Hello friends, welcome to my YouTube channel Tricky Notes. So, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഒരു ഫസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് പോയത്. കാര്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസ് ലെവലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് പോയത്. സോ ഇവിടെ ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അസസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, സോ നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഞാൻ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നതായിരിക്കില്ല. സോ അതിനെ ഞാൻ ഐ ബട്ടണിനകത്തേക്ക് ടാഗ് ചെയ്തേക്കാം. ഓക്കെ, so second question, from the following information relating to the income of a cooperative society for the assessment year 22-23, you are required to compute its total income and the amount of tax payable thereon for the assessment year 23-24. നമ്മളുടെ അടുത്ത് ഇവർ എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ടോട്ടൽ ഇൻകവും അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിളും ടാക്സ് ലൈബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എല്ലാം സെയിം തന്നെയാണ്. കഴിഞ്ഞ തവണ എടുത്തും കൂടെ പറഞ്ഞു ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി. ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോട്ടൽ ഇൻകത്തിനകത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് എത്തുന്നത്, ടാക്സ് ലൈബിലിറ്റിനകത്തേക്ക് എത്തുന്നത്. സോ ഇതിനകത്ത് പറയുന്നത് ദ സൊസൈറ്റി ഇസ് പ്രൈമർലി എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ഫ്രൂട്ട് പ്രോഡക്ട്സ്. അപ്പോൾ ഇത് എന്ത് ഇൻഡസ്ട്രി ആണെന്ന് അവർ ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് എ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്രോഡക്ട്സ്. ഓക്കെ, ഇവിടെ എന്താണ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്രോഡക്ട്സ്. അപ്പൊ ഇത് എന്ത് തന്നെയാണ്, ഇൻകം ഫ്രം ബിസിനസ് തന്നെയാണ്. അതേപോലെ തന്നെ ഇത് എന്തിനകത്ത് ഡിഡക്ഷനകത്ത് വരും, ATPനകത്ത് ഡിഡക്ഷൻ ആയിട്ട് വരും. മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ഇൻട്രസ്റ്റ് ആണ് ഇവർ പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ്, ഇതിനെല്ലാം നമുക്ക് എന്തുണ്ട്, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണേലും ഡിവിഡൻഡ് ആണേലും നമുക്ക് അതിന് എന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട് അണ്ടർ സെക്ഷൻ 80P. അപ്പൊ 80P എന്താണെന്ന് അറിയാത്തവർ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാത്രമേ ഈ ഒരു ക്ലാസ്സിനകത്തേക്ക് ഇരിക്കാവൂ. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഏത് ഹെഡിനകത്താണ്, അണ്ടർ ദ ഹെഡ് അതർ സോഴ്സ് ആണ്. ഓക്കെ, സോ രണ്ടാമത്തത് അതർ സോഴ്സിനകത്ത് നമ്മൾ എഴുതും. അറ്റ് ദ സെയിം ടൈം അത് 80Pനകത്ത് ഡിഡക്ഷനകത്തും വരും. മൂന്നാമത്തതെന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ ബിസിനസ്. ബിസിനസ് തന്നെയാണ് ഹെഡ് എന്ന് പറയുന്നത്. ഇൻകം ഫ്രം ബിസിനസിനകത്ത് നിങ്ങൾ എന്ത് എഴുതുക, ഈ 78,000 എഴുതുക. ഇനി അതർ ബിസിനസ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, അതർ ബിസിനസ്സിന് നമുക്ക് എത്രയുണ്ട് ഡിഡക്ഷൻ, അതായത് നമ്മൾ മെൻഷൻ ചെയ്ത് 80Pനകത്ത് എടുത്തു പറയാത്ത ഡിഡക്ഷൻസിനകത്ത് നമുക്ക് എടുത്തു പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളുടെ അടുത്ത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഗിവൺ ടു മെമ്പേഴ്സ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അങ്ങനെയൊക്കെ എടുത്തു പറയാത്ത കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട് അല്ലെ, എടുത്തു പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എന്താണ്, അതർ ആക്ടിവിറ്റീസിനകത്ത് എന്തെങ്കിലും അതർ ബിസിനസ് ആക്ടിവിറ്റീസിനകത്ത് എന്തെങ്കിലും നമ്മളുടെ എന്താണ് നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. 50,000 ആണ് ഡിഡക്ഷൻ. അതായത് അതർ ബിസിനസിനകത്ത് നിന്ന് നമുക്ക് എത്രയാണ്, 50,000 ഡിഡക്ഷൻ കൊടുക്കാം. ഇവിടെ അതർ ബിസിനസിനകത്ത് 78,000 ആണ് എമൗണ്ട് വരുന്നത്. ഈ 78,000 നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് എഴുതിയിട്ട് 80Pനകത്ത് ഡിഡക്ഷനകത്ത് 50,000 നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് ഇൻകം ഫ്രം കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ദ ലേബർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ആണ്. കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ആക്ച്വലി ബിസിനസിനകത്ത് വരുന്നതാണ്. ഓക്കെ, ബിസിനസ് എന്ന് പറഞ്ഞ ഹെഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യും,
ഡിഡക്ഷൻ കൊടുക്കും. ബിസിനസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് നമ്മൾ ആഡ് ചെയ്യും. അത് ഇൻകം ഫ്രം ബിസിനസിനകത്ത് നമ്മൾ ആഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം 80P ഇത് ഡിഡക്ഷൻ ആയിട്ടും വരും. ഓക്കെ, ഇൻകം ഫ്രം കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബർ 16,000 ആണ്. അത് ഫുൾ ഡിഡക്ഷൻ ആയിട്ട് 80P എഴുതാം. ഇനി അടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഏതിനകത്താണ് ഡിഡക്ഷൻ വരുന്നത്? ഡിഡക്ഷൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസിനകത്ത് നമുക്ക് ഡിഡക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇതെല്ലാം വരുന്നത് എന്ന് പറയുന്നത് അണ്ടർ ദ ഹെഡ് അതർ സോഴ്സ് ആണ്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, നമ്മൾക്ക് ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോ നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാം? നാലാമത്തെ ഹെഡ്, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിനകത്ത് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്? LTCG ഉണ്ട്. സോ LTCG നമ്മൾ ഡിഡക്ഷൻ ഒന്നും ഇല്ല. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഹെഡിനകത്ത് നമ്മൾ LTCG എഴുതും. പക്ഷെ ഇതിനകത്ത് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതെന്താണെന്ന് ഞാൻ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പറയാം. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് അടുത്ത് കൊടുത്തേക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ദിസ് ഇസ് ഇൻകം ആയതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഈ എമൗണ്ട് തന്നെ എഴുതാം. 10,000 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് എന്തായിട്ട് എഴുതാം? ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അതിനും ഡിഡക്ഷൻ ഒന്നുമില്ല. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തൊക്കെ നമ്മൾ ചെയ്തത് only 80P അല്ലെ, 80P എന്ന് പറയുന്ന ഡിഡക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത്, on an examination of the books of accounts of the society, it has been revealed that it has given a donation of 5,000 by check, അല്ലെ, 5,000 by check to നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്. അതായത് ഇവർ ഡൊണേഷൻ നടത്തി. 80Gന്റെ ഡിഡക്ഷൻ ആണ് വരുന്നത്. എവിടെയാണ് ഇവർ ഡൊണേറ്റ് ചെയ്തത്? നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിനകത്തേക്ക് ഇവർ എത്ര രൂപ ഡൊണേറ്റ് ചെയ്തു? 5,000 rupees ഡൊണേറ്റ് ചെയ്തു. അപ്പൊ ഇത് 80Gനകത്ത് ഡിഡക്ഷൻ ആണ്. സോ 80Gനകത്ത് ഡിഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് ആയതുകൊണ്ട് 100% ഡിഡക്ഷൻ ആണ് വരുന്നത്. 100% ഡിഡക്ഷൻ. അതായത് 5,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഡിഡക്ഷൻ ആയിട്ട് എഴുതുന്നത്. അല്ലാതെ വേറൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. സോ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു വിശ്വാസത്തിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്നാണ്. സോ ആദ്യത്തത് ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്രോഡക്ട്സ്, അത് വരുന്നത് ബിസിനസ്സിനകത്താണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി. അത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഒക്കെ അതർ സോഴ്സിനകത്താണ് വരുന്നത്. സോ ഇത് രണ്ടും, ഫ്രൂട്ട് പ്രോഡക്ട്സും അതർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് വരും അണ്ടർ സെക്ഷൻ 80P. അപ്പൊ ഈ ഫുൾ എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. ഇനി ഇൻകം ഫ്രം അതർ ബിസിനസ് എന്ന് പറയുമ്പോൾ, ആ ബിസിനസ് എന്ന് പറഞ്ഞ ഹെഡിനകത്ത് എഴുതുക. ഡിഡക്ഷൻ എത്രയാണ് വരുന്നത്? 50,000 ഡിഡക്ഷൻ വരും. കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബറും ബിസിനസിനകത്താണ് എഴുതുന്നത്. അതേപോലെ തന്നെ അതിനും എന്തുണ്ട്? 80Pനകത്ത് ഡിഡക്ഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അതർ സോഴ്സിനകത്ത് വരുന്നതാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഹെഡിനകത്ത് വരുന്നതാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി രണ്ടാമത്തെ ഹെഡിനകത്ത് നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് 80Gനകത്ത് ഒരു ഡിഡക്ഷനും കൂടെ ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. TI എന്നൊന്നും എഴുതരുത്, ടോട്ടൽ ഇൻകം എന്ന് തന്നെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് വരയ്ക്കും? ഇന്ന കോളത്തിനകത്ത് എഴുതേണ്ടത് ഇന്ന കോളത്തിനകത്തും, അതേപോലെ തന്നെ ഔട്ടർ കോളത്തിനകത്ത് എഴുതേണ്ടത് ഔട്ടർ കോളം. ഇവിടെ നമുക്ക് അണ്ടർ ദ ഹെഡ് സാലറി ഒന്നും ഇല്ല. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ നിന്നായിരിക്കും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും. അവിടെ ഒറ്റൊരു സാധനം മാത്രമേ ഉള്ളൂ, അതായത് ഒറ്റൊരു ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടെ തന്നെ എഴുതും? ഔട്ടർ കോളത്തിനകത്ത് 10,000 എഴുതും.
രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് ഏതാണ്? ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് 3 ഐറ്റംസ് ആണ് വരുന്നത്. അതായത് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ്. മാനുഫാക്ചറിങ്ങിനകത്ത് 80,000. രണ്ടാമത് അതർ ബിസിനസ് 78,000. കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ 16,000. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ 1,74,000 ഔട്ടർ കോളത്തിനകത്ത് എഴുതും. ഇനി നമുക്ക് അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്ക് ക്യാപിറ്റൽ ഗെയിനകത്ത് ഒരു ഐറ്റം ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. സോ ക്യാപിറ്റൽ ഗെയിനകത്ത് നമ്മൾ എഴുതുന്നത് സോറി ക്യാപിറ്റൽ ഗെയിൻ എന്നല്ല എഴുതാൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് LTCG എന്ന് കൊടുക്കാം കേട്ടോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ട് ഔട്ടർ കോളത്തിനകത്ത് എഴുതാം 25,000. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതർ സോഴ്സിനകത്ത് വരുന്നത് ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സും 16,000. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അത് 8,000. അങ്ങനെ 24,000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് ബിഫോർ ഡിഡക്ഷൻ. നമ്മൾ ATPയോ ATG ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ ആണ്. അപ്പൊ 2,33,000 നമ്മൾ എഴുതും. സോ ഇനി നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് നിന്ന് പോവേണ്ടത് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിനകത്തേക്കാണ്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയ 2,33,000 നിന്ന് നമ്മൾ കുറയ്ക്കേണ്ട കാര്യങ്ങളാണ് എഴുതുന്നത്. ആദ്യം എന്ന് പറയുന്നത് ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ. ആദ്യം വരുന്നത് 80G ആണ് അല്ലെ. കാര്യം 80Pക്ക് മുന്നേ നമുക്ക് 80G എഴുതണം. 100% ഓഫ് ഡൊണേഷൻ. 100% ഓഫ് ഡൊണേഷൻ എന്ന് പറയുമ്പോഴേക്കും 5,000 തന്നെ വരും. ഇനി 80Pനകത്ത് വരുന്നത് 2നകത്ത് എഴുതുന്നത് 80P ആണ്. അതിനകത്ത് മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിങ്ങിനകത്ത് 80,000 എഴുതുക. കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ 16,000 എഴുതുക. അതേപോലെ ഇൻകം ഫ്രം അതർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 50,000 എഴുതുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് അതർ ബാങ്ക് എന്ന് എഴുതിയിട്ട് 16,000. എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിനകത്ത് എഴുതുക 1 lakh. സോ 2,33,000 നിന്ന് എത്ര കുറയ്ക്കുക? 1,67,000 കുറയ്ക്കുക. അന്നേരം നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം. ഓക്കെ, 66,000 ആണ് നമ്മളുടെ ടോട്ടൽ ഇൻകം വരുന്നത്. സോ ഇനി അടുത്ത നമ്മളുടെ അടുത്ത് ടോട്ടൽ ഇൻകം കൊണ്ട് നിർത്താനല്ല അവര് പറഞ്ഞത്. എന്തും കൂടെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു? ടാക്സ് ലൈബിലിറ്റിയും കൂടെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. ടാക്സ് ലൈബിലിറ്റിനകത്താണ് കുറച്ച് പ്രശ്നം വരുന്നത്. കാര്യം ഇവിടെ പുതിയതായിട്ട് എന്തും കൂടെ ഉണ്ട്? LTCGയും കൂടെ ഉണ്ട്. സോ അത് ഡിസ്കസ് ചെയ്യും മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാമെല്ലാം. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ്? നമുക്ക് സാലറി എന്ന് പറഞ്ഞ ഹെഡ് ഇല്ല. സോ വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് നമ്മൾ 3 ഐറ്റംസ് ആണ് എഴുതിയത്. മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അതർ ബിസിനസ് കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് 25,000 എഴുതി. ഇനി അതർ സോഴ്സിനകത്ത് നമുക്ക് 2 ഐറ്റംസ് ആണ് വന്നത്. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് അതർ കോപ്പറേറ്റീവ് ബാങ്കും ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസും രണ്ടും കൂടെ ആഡ് ചെയ്ത് 24,000. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഔട്ടർ കോളത്തിനകത്ത് എഴുതി. സോ ഇവിടെ 80Pനകത്ത് ഡിഡക്ഷൻ ഉള്ളത് അതർ ബിസിനസ്സിനുണ്ട് 50,000.
ഇതിന് 80,000 ഫുൾ ഡിഡക്ഷൻ തന്നെയാണ് മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിങ്ങിന് വരുന്നത്. കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബറിനും ഫുൾ ഡിഡക്ഷൻ ആണ് ഉള്ളത്. ഇവിടെ മാത്രമാണ് അതർ ബിസിനസിന് മാത്രമാണ് 78,000 പകരം മാക്സിമം എത്ര കിട്ടുന്നത്, 50,000 നമുക്ക് കിട്ടുന്നത്. സോ ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിനും നമുക്ക് ATPനകത്ത് ഡിഡക്ഷൻ ഉണ്ട്. സോ അടുത്ത് നമ്മൾ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിനകത്തേക്ക് 5,000 റുപ്പീസ് ഡൊണേറ്റ് ചെയ്തു എന്ന്. സോ അതിന് 100% ഡിഡക്ഷൻ ആണ് വരുന്നത്. സോ 5,000 ഡിഡക്ഷൻ ആയിട്ട് കൊടുത്തു. ഇനി മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിങ്ങിന് കൊടുത്തു, കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബറിന് കൊടുത്തു, പിന്നെന്താണ് ഇൻകം ഫ്രം അതർ ബിസിനസിനകത്ത് കൊടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സിനും നമ്മൾ എന്ത് കൊടുത്തു, ഡിഡക്ഷൻ കൊടുത്തു. അന്നേരം ഫുൾ ഡിഡക്ഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് 1,67,000 ആണ് വരുന്നത്. അത് എന്ത് നിന്നാണ് കുറയ്ക്കേണ്ടത്, ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞു 66,000. ഈ 66,000 നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അതാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 66,000 ആണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 66,000-നകത്ത് നമുക്ക് എന്ത് ഇൻക്ലൂഡഡ് ആണ്, 25,000 എന്ന് പറയുന്ന LTCG ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എത്രയാണ് ഇൻക്ലൂഡഡ്, 25,000 LTCG ഇൻക്ലൂഡഡ് ആണ്. റിമൈനിങ് ആണ് 41,000. ആ 41,000-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ടാക്സ് ലാബിനകത്ത് എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, LTCGക്ക് എത്രയാണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, ഒരു സെപ്പറേറ്റ് ടാക്സ് ലാബിനകത്താണ് വരുന്നത്. LTCG എപ്പോഴും 20% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, എത്രയാണ് കൊടുക്കേണ്ടത്, 20% ആണ് LTCGക്ക് ടാക്സ് വരുന്നത്. സോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇത് പറയാം. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 66,000 ആണ്. ആ 66,000-നകത്ത് 25,000 എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, LTCG. സോ ആ LTCGന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 20%. 66,000-ൽ നിന്ന് 25,000 മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് റിമൈനിങ് വരുന്നത് 41,000 ആണ്. സോ ആ 41,000-ന് മാത്രമാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ടാക്സ് ലാബിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. സോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ കൊടുക്കുന്നത് ടാക്സ് ഓൺ LTCG, ടാക്സ് ഓൺ 25,000 at 20%. സോ വരുന്നത് 5,000. ഓക്കെ, വരുന്നത് 5,000. ഇനി റിമൈനിങ് ഇൻകം എന്ന് പറയുന്നത് 41,000-നെയാണ് അല്ലെ, റിമൈനിങ് ഇൻകം 40,000. സോ അതിനകത്ത് ഓൺ ഫസ്റ്റ് 10,000, ആദ്യത്തെ 10,000 രൂപയ്ക്ക് 10,000-ന് നമ്മൾ എത്രയാണ് ടാക്സ് കൊടുക്കുന്നത്, 10%. അപ്പൊ 41,000-നകത്ത് 10,000 പോയി കഴിഞ്ഞു. ഇനി ബാക്കി നമ്മളുടെ ഉള്ളത് 31,000 ആണ്. നെക്സ്റ്റ് 10,000-ന് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് at 20%. അപ്പൊ 10,000 10%, 1000, 10,000 20%, 2,000. അപ്പൊ 41,000-നകത്ത് ഇപ്പൊ എത്ര പോയി കഴിഞ്ഞു, 20,000 പോയി കഴിഞ്ഞു. റിമൈനിങ് ഉള്ളത് എന്ന് പറയുന്നത്, അതായത് 41,000-നകത്ത് നമ്മളിപ്പോ 10,000-ന് ടാക്സ് കൊടുത്തു, അടുത്ത 10,000-ന് ടാക്സ് കൊടുത്തു, അതായത് 20,000-ന് നമ്മളിപ്പോ ടാക്സ് കൊടുത്തു. റിമൈനിങ് ഉള്ളത് എന്ന് പറയുന്നത് 21,000 ആണ്. ആ 21,000-ന് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്, റിമൈനിങ് എത്രയുണ്ടോ, ബാലൻസ് എത്ര ഇൻകം വരുന്നോ അതിന് നമ്മൾ ടാക്സ് റേറ്റ് എത്രയാണ്, ഓൺ ബാലൻസ് 21,000 at 30%. ടാക്സ് വരുന്നത് എത്രയാണ്, 30% ആണ്. 21,000 30% കാണുമ്പോ നമുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 6,300. ഓക്കെ, 6,300. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് 5,000 പ്ലസ് 1,000 പ്ലസ് 2,000 പ്ലസ് 6,300 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14,300 ആണ്. കഴിഞ്ഞില്ല, ഇതല്ല ടാക്സ് ലയബിലിറ്റി.
ഇതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയ 4%, അതായത് 572 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 572 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾക്ക് എത്രയാണ് വരുന്നത്? 14,872 വരും. ഓക്കെ, 14,872 ആണ് നമ്മളുടെ ടാക്സ് ലയബിലിറ്റി. ഇതിനെ നിങ്ങൾ നിയറസ്റ്റ് 10-നകത്തേക്ക് എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക. അന്നേരം 14, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എഴുതുന്നത്, 14,870 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. LTCG ക്വസ്റ്റ്യനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടാക്സ് ലയബിലിറ്റിയെ രണ്ടായിട്ട് നമുക്ക് കാണാം. ഓക്കെ, കാര്യം LTCG എന്ന് പറയുന്നത് സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ്, 20% ആണ് വരുന്നത്. അപ്പൊ 66,000-നകത്ത് 25,000 നമ്മൾ കൊടുക്കുന്നത് 20%-നാണ്. റിമൈനിങ് 41,000 മാത്രമേ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ടാക്സ് സ്ലാബിനകത്ത് കൊടുക്കുള്ളൂ. സോ ആദ്യത്തെ 10,000-ന് 10%, റിമൈനിങ് 10,000-ന് 20%, ബാക്കി എത്ര വരുന്നുണ്ടോ 21,000 ആണ് വരുന്നത്, അതിന് 30% ആണ് ടാക്സ് റേറ്റ്. അതേപോലെ തന്നെ ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LTCGന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് വെക്കണം. 5,000 ആണ് വരുന്നത്. LTCGന്റെ ടാക്സ് എന്ന് പറയുന്നത് 5,000. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതിയിട്ട് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ടാക്സ് സ്ലാബ് കിട്ടിക്കഴിഞ്ഞു. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും 15 മാർക്സിന് വരുന്നത്. സോ അടുത്ത വീഡിയോനകത്തും ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ ഇത് അറിയാന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു 4ാമത്തെ ഇല്ലസ്ട്രേഷൻ, അതായത് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന 3ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഇത് നല്ലോണം പഠിക്കുക, എന്നിട്ട് മാത്രം അടുത്ത വീഡിയോ കാണുക. ഓക്കെ, സോ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരുടെ അടുത്തും ക്ലാസ്സിനകത്തൊക്കെയുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒത്തിരി വീഡിയോസ് വരാനുണ്ട്. സോ കീപ് ഓൺ വെയിറ്റിംഗ്. താങ്ക് യു.